മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഒരു വ്യക്തിയാണ് ഇവൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവൻ ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യണമെങ്കിൽ ആരുടെയോ കൃത്യമായ ഒരു ട്രെയിനിങ് പരിശീലനം കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഇവൻ തുടർച്ചയായി പറയുന്ന മൊഴികളിലുള്ള വൈരുദ്ധ്യം ഇവൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. അതായത് ഇവൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കുകയോ ഇവൻ ലഹരിക്ക് അടിമയാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം കുറച്ച് പരിരക്ഷകൾ നൽകും. അതുപയോഗിച്ച് നിനക്ക് പിന്നീട് പുറത്തിറങ്ങാൻ കഴിയും എന്ന് ഇവനെ ആരോ പറഞ്ഞു പഠിപ്പിച്ചു. മാത്രമല്ല ഇവൻ പാവമാണെന്ന് അവൻ്റെ സമീപത്തുള്ള കുറച്ച് ആൾക്കാർ, അയൽക്കാർ, കുറച്ച് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്. ചില ബന്ധുക്കൾ പറയുന്നുണ്ട് ഇവൻ്റെ സ്വഭാവത്തിൽ വൈചിത്ര്യമുണ്ട്, ഇവൻ ഇടപെടുന്ന രീതി ശരിയല്ല, ഇവൻ ഇൻട്രോവർട്ട് എന്ന രീതിയിൽ നടക്കുകയും പുറത്ത് ഇവൻ്റെ സൗഹൃദങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് പോലീസ് നേരത്തെ പറഞ്ഞത് ഇവൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കണം, ഇവൻ ആരൊക്കെയാണ് സ്ഥിരമായി ബന്ധപ്പെടുന്നത്, ഈ ബന്ധങ്ങൾ ഒരേ ഫോണുമായിട്ട് ബന്ധമാണോ അതോ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഫോൺ നമ്പർ മാറ്റി മറ്റൊരാളുമായിട്ടാണോ ബന്ധപ്പെടുന്നത്, ഇങ്ങനെ ചില സംശയങ്ങളുണ്ട്. കാരണം ഇവനെ ട്രെയിൻ ചെയ്ത വ്യക്തി ഇത്തരത്തിൽ രക്തം കണ്ടാൽ, മാംസം തെറിക്കുന്ന കണ്ടാൽ വിറച്ചു പോകരുത്, നീ പേടിക്കരുതെന്ന് പറഞ്ഞു. അവൻ അക്ഷരം പ്രതി അനുസരിച്ചു. കാരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം കഴിഞ്ഞും ഇത്ര മണിക്കൂർ കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് ബൈക്കിൽ പോയി വീണ്ടും അടുത്ത കൊലപാതകം ചെയ്തു, ഇതിനിടയിൽ കാമുകയെ വിളിച്ചുകൊണ്ട് വരുന്നു, പിന്നെ അനുജനെ കൊണ്ട്. ഒരു സാധാരണ മനുഷ്യന്, ഒരു കൗമാരക്കാരന് ഒരിക്കലും ഇത് കഴിയില്ല. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളെ മസ്തിഷ്ക പ്രക്ഷാളനം വരുത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ തങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു റോബോട്ടിനെ പോലെ, ഒരു റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാവുന്ന വസ്തുവിനെ പോലെ കൊണ്ടു നടക്കാൻ സാധിക്കുള്ളൂ. അഫാനെ അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്. പിതാവ് പറഞ്ഞ പല കാര്യങ്ങളും ഉമ്മയുടെ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് ഈ പോലീസിനെ വിശദീകരിക്കേണ്ടത്. കാരണം ഉമ്മ ഇപ്പോഴും ഇവനെ സംരക്ഷിക്കുന്നു, തലയടിച്ച് സ്വയം താഴെ വീണു എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് പറയുന്നതും ഉമ്മയുടെ പരിക്ക് കുറച്ചുകൂടെ ഭേദമായിക്കോട്ടെ, ആ ഉമ്മയെ ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. അങ്ങനെ തെളിവുകൾ ലഭിച്ചാൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ പുറത്തു വരും.